ശ്രീ എബ്രഹാം മാത്യു ഇന്നലെ കെ സുധാകരൻ തുറന്നു തന്നെ മാധ്യമങ്ങൾക്കെല്ലാം ഇന്റർവ്യൂ കൊടുത്തു. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, എന്നെ ആരോഗ്യമില്ലാത്ത ഒരാളാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. എനിക്ക് ആരോഗ്യമില്ല എന്ന് ചില ആളുകൾ വരുത്തി തീർക്കുകയാണ്. അതിന് പിന്നിലുള്ള ആളുകൾ ആരാണ്? പാർട്ടിയിലുള്ള ആളുകൾ തന്നെയാണ്. അത് ആരാണ് എന്ന് എനിക്കറിയാം, ഞാനിപ്പോൾ അത് പറയുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ കെ സുധാകരൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ ഒരു പടയൊരുക്കം സ്വന്തം പാർട്ടിക്കകത്ത് നടക്കുന്നു. അതിന്റെ അന്തിമ ഫലശ്രുതി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനനഷ്ടം എന്നുള്ളതാണ്. അത് പൂർണ്ണമായും വസ്തുതയാണോ? പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനനഷ്ടത്തിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. സ്ഥാനനഷ്ടം സംഭവിക്കാൻ പോകുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം ആരോഗ്യമുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി തൻ്റെ ജിംനേഷ്യത്തിൻ്റെ ദൃശ്യങ്ങൾ ആളുകളെ കാണിക്കുകയുണ്ടായി. പഴയ കാലത്ത് ഇപ്പോൾ കെ പി ഉണ്ണികൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്നപ്പോൾ ഒരു ട്രക്ക് നിറയെ പുസ്തകങ്ങളാണ് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ വി കെ കൃഷ്ണമേനോൻ പെൻഗിൻ ബുക്സിൻ്റെ പത്രാധിപരായിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു കാലത്തെ വലിയ നേതാക്കൾ അവരുടെ അറിവും വിജ്ഞാനവും പുസ്തകശേഖരവും ഒക്കെയാണ് പൊതുജനങ്ങളെ കാണിച്ചിരുന്നത്. അദ്ദേഹം ഒരു ജിംനേഷ്യം ഡമ്പലെടുത്ത് കാണിച്ചിട്ട് എൻ്റെ ആരോഗ്യം പോയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പാർട്ടി തന്നെ നേരത്തെ നിസാം സെയ്ദ് പറഞ്ഞതുപോലെ റിപ്പോർട്ട് പോയിട്ടുണ്ടാവാം. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു ആശയ അടിത്തറയിലുള്ള ഒരു കെ പി സി പ്രസിഡൻ്റ് ആയിരുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ വിലയിരുത്തേണ്ടത്. കോൺഗ്രസിൻ്റെ നിലപാടെന്താണ്? കോൺഗ്രസിൻ്റെ മുഖ്യശത്രു ബി ജെ പി ആണോ സി പി എം ആണോ എന്ന കാര്യത്തിലൊക്കെ സുധാകരൻ്റെ വരവോടുകൂടി ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. ബി ജെ പി അല്ല മുഖ്യശത്രു എന്ന നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടുകളും പ്രവർത്തനങ്ങളും ഒക്കെ നമ്മെ കൊണ്ട് എത്തിക്കുകയും ചെയ്തു. ഇവിടെ പറഞ്ഞിരുന്ന മറ്റൊരു കാര്യം, ഈ കത്തോലിക്ക സഭ ഇടപെട്ടു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പലയിടത്തും വരുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ കേരളത്തിലെ ഒരു കെ പി സി സി പ്രസിഡൻ്റെ കാര്യത്തിൽ കത്തോലിക്ക സഭയ്ക്ക് അങ്ങനെ പ്രത്യേക താല്പര്യം ഉണ്ടാകും. ആരെങ്കിലും വ്യക്തിപരമായിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഒരു പൊതു അഭിപ്രായം കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായിട്ട് വരാൻ സാധ്യത തീരെ കുറവാണ്. അവരുടെ ആഗോള സഭയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിലെ ഭരണമാറ്റവും കേന്ദ്രത്തിലെ നയരൂപീകരണവും ഒക്കെ ആവാം കുറച്ചുകൂടി അവരെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ. ഒരു സംസ്ഥാന ഘടകത്തിലെ കെ പി സി സി അധ്യക്ഷനെ കൊണ്ട് കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേക കാര്യങ്ങളൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാരണം സഭയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ ഏറ്റവും കൺസേൺഡ് ആകുന്നത് ആ സഭയിൽ അംഗങ്ങളാവാൻ ആളുകളില്ല, പോപ്പുലേഷൻ കുറഞ്ഞു, പുതിയ ആളുകളില്ല, പള്ളികളിൽ ആളുകൾ കുറയുന്നു. യൂറോപ്പിലൊക്കെ സംഭവിച്ചതുപോലെ പള്ളിയിൽ ആളുകളില്ല, വന്യജീവി കർഷക പ്രശ്നം, ഇതൊക്കെ അവരെ ബാധിക്കുന്ന അടിസ്ഥാന വിഷയങ്ങളാണ്. ഇതിനകത്തൊക്കെ കോൺഗ്രസ് പ്രത്യേകിച്ച് ഈ വന്യജീവി കർഷക പ്രശ്നത്തിലൊക്കെ കോൺഗ്രസ് എന്ത് നിലപാടെടുത്തു? അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രശ്നങ്ങൾ, സാമൂഹിക ഇഷ്യൂസാണ് അവർ ഉയർത്തി കാണിക്കുന്നത്. എയോ ബിയോ വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരങ്ങനെ വിചാരിച്ചില്ലെങ്കിലും കോൺഗ്രസ് ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന്റെ ഭാഗമായിട്ട് കത്തോലിക്ക വിഭാഗത്തിലേക്ക് പെട്ട ഒരു പ്രസിഡന്റിനെ നിയമിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ? നമ്മൾ ഇതുവരെയുള്ള കോൺഗ്രസിന്റെ നേതൃനിരയെടുത്താൽ തന്നെ ഇപ്പോൾ എ കെ ആന്റണി കത്തോലിക്കനായിരുന്നു, പക്ഷെ അദ്ദേഹം ഒരിക്കലും പള്ളിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിന്നിരുന്ന അല്ലെങ്കിൽ അതിന്റെ വാത്സല്യത്തിൽ കഴിഞ്ഞിരുന്ന ഒരാളല്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം സഭ, എനിക്ക് ഓർമ്മയുണ്ട്, പുതുപ്പള്ളി ഹൗസിലേക്ക് ഒരിക്കൽ ഓർത്തഡോക്സ് സഭയുടെ യുവാക്കൾ ഉമ്മൻചാണ്ടി ഓർത്തോളൂ ശാപം വാങ്ങിക്കൂട്ടല്ലേ എന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു സമുദായത്തിന്റെ പ്രതിനിധി ഏതെങ്കിലും ഒരു താക്കോൽ സ്ഥാനത്ത് എത്തി എന്ന് കരുതി ആ സമുദായം ആകെ അപ്പാടെ ഏതെങ്കിലും തരത്തിലൊരു ഇക്വേഷനിൽ വരുമെന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. മാത്രമല്ല, ഒരു കാലത്ത് ഈ കത്തോലിക്കർക്ക് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത വളരെ കാര്യമായിട്ടുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം, ഉണ്ടായിട്ടുണ്ട്, അതിനുള്ള സൂചനകളുമുണ്ട്. എന്നാൽ കാലം മാറിയിരിക്കുന്നു, അത്തരം നിലപാടുകളൊക്കെ മാറിയില്ല. ഇപ്പോൾ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് ഏറ്റവും നല്ലൊരു പഠനം ചിന്ത പ്രസിദ്ധീകരിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ വായിച്ചു അത്. ചിന്തയിൽ ഒരു മാർപ്പാപ്പയെക്കുറിച്ച് ഇത്രയും കാർൽ മാർക്സിന് കൊടുക്കുന്ന പ്രാധാന്യത്തോടു കൂടി ലേഖനങ്ങൾ വരികയാണ്. എം എ പോലുള്ള ആളുകൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് പലപ്പോഴും പലയിടത്തും പാർട്ടി വേദികളിലൊക്കെ പ്രസംഗിക്കുന്നു. അങ്ങനെ ഈ കത്തോലിക്ക സഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തമ്മിലുള്ള ഉണ്ടെന്ന് പറയപ്പെടുന്ന വലിയൊരു ഒരു ഗ്യാപ്പ് ഏറെക്കുറെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൽ ഒരുപാട് സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ദൈവബോധത്തെക്കുറിച്ചും പള്ളി സങ്കല്പത്തെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടിൽ ലിബറേഷൻ തിയോളജി പോലുള്ള പുതിയ മൂവ്മെൻറ്റുകൾ വന്നപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അങ്ങനെ കണ്ണുമടച്ച് എതിർക്കപ്പെടേണ്ടതല്ല എന്നൊരു ബോധ്യം, ഒരു തോന്നൽ, ഒരു അവബോധം കത്തോലിക്ക മേഖലയിലും വിശ്വാസികൾക്കിടയിലും വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ, ഒരു കത്തോലിക്ക സഭയിൽ പെട്ട ഒരാൾ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയതോടുകൂടി ആ സഭയ്ക്ക് എന്താ പ്രത്യേകിച്ച് പ്രയോജനമുള്ളത്? എന്താണ് അത് ഒരു അശാസ്ത്രീയമായിട്ടുള്ള നിരീക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പം പറയപ്പെടുന്ന ആളിനെ വെറും ഒരു കത്തോലിക്കനാക്കി മാറ്റി അദ്ദേഹത്തിൻ്റെ ഒരു യശസ് കുറയ്ക്കാൻ വേണ്ടി, അതിൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം
കുറയ്ക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെ ആളുകൾ ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.